വ്യാഴാഴ്ചയാണ് ലേലം വരുന്നത്. രജിസ്റ്റർ ചെയ്യുന്നത് മാത്രം. ലേലം എത്ര മണി മുതൽ എത്ര മണി വരെ? നമ്മൾ രജിസ്ട്രേഷൻ 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. രജിസ്ട്രേഷൻ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ലേലം നമ്മൾ 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ലേലം 12 മണിക്ക് തുടങ്ങും. 10 മണി തൊട്ട് 12 തൊട്ട് ഏകദേശം മുമ്പ് വണ്ടി കാണാത്തവരാണെങ്കിൽ ഏകദേശം ചെക്ക് ചെയ്യാനുള്ള സമയം. അതായത് നമ്മളിപ്പോൾ 10 മണിക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഇതിനുള്ളിൽ കയറിയിട്ട് വാഹനങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ബുക്ക്ലെറ്റ് കൊടുക്കുക, അതിൽ വണ്ടിയിൽ പേപ്പർ വാങ്ങലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫിസിക്കലായിട്ട് ഒന്ന് വെരിഫൈ ചെയ്യാനുള്ള സമയമാണ് 2 മണിക്കൂർ നോക്കണം കൊടുക്കുന്നത്. അപ്പോൾ നോക്കി അവർക്ക് എടുക്കാം. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 10 തൊട്ട് ഏകദേശം 5 മണി വരെ അവർക്ക് മെക്കാനിക്കിന് ആന്വേഷണം കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് നോക്കി എടുക്കാം. ബാക്കിയുള്ള ദിവസം ഇവിടെ എപ്പോഴും ആളുണ്ടാവും, നോക്കാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ലേലത്തിൽ പങ്കെടുത്തിട്ട് വളരെ ലാഭത്തിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു തൃശ്ശൂർ മുണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വരിക. കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ആദ്യത്തെ തവണ വരുമ്പോൾ ഒരു പക്ഷേ ഇതിന്റെ ഐഡിയ പിടിയിട്ടില്ല. ലേലത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തായാലും നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രം ലേലത്തിൽ പങ്കെടുത്ത് വിളിക്കുക. അതായത് ഒന്ന് രണ്ട് ലേലത്തിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ എന്തായാലും ഇതിന്റെ ഒരു ലാഭം, ഇതിന്റെ ഒരു മാർക്കറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വലിയ പങ്കെടുക്കുക. ലേലത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ യാർഡിലത്തെ എല്ലാ വാഹനങ്ങളും ഇപ്പൊ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് ഏകദേശം ഒരു ഐഡിയ എടുക്കാൻ പറ്റിയ വണ്ടികളുടെ ഏകദേശം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ റിഡ്സിന്റെ കാര്യം, മാരുതിയുടെ റിഡ്സിന് അത്യാവശ്യം നല്ല മാർക്കറ്റിലുള്ള ഒരു വാഹനമാണ്. അപ്പൊ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. 2012 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഏകദേശം 1.60 നമ്മൾ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1.60. ബാക്കി നിങ്ങൾ വണ്ടി വന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എത്രയാണെന്ന് നിങ്ങൾ എടുക്കാം. 1.60 സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ നല്ല വാഹനം, നല്ല റിഡ്സ് ഒക്കെ അന്വേഷിച്ച് കിടക്കുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ എത്ര നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പൊ 1.60 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ലേലത്തിൽ ഒരുപാട് ആളുകൾ കൂടുകയാണെങ്കിൽ ചിലപ്പോൾ എമൗണ്ട് കൂടാനാണ് സാധ്യതയല്ലേ? ഓക്കെ. ഇപ്പൊ കുറവ് ആളുകൾ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് സ്വന്തമാക്കാം വാഹനം. ഇത് ആൾട്ടോ 800 ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇത് 2017 മോഡലാണ്. 2017 മോഡൽ. ഇതിനകത്ത് പ്രൈസ് 1.50 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1.50 പ്രൈസ് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ? 1.50 സ്റ്റാർട്ട് ചെയ്യും പ്രൈസ്. കാരണം ചോദിക്കുന്നത് 2017 2 ലക്ഷത്തിന് മുകളിൽ നമുക്ക് വില ഉണ്ട് പുറത്ത്. അത് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാ ടൈപ്പ് വണ്ടികളും വരുന്നുണ്ട്. ഇതിലിപ്പോ RC വണ്ടിക്ക് ഫ്രഷ് RC ഇഷ്യൂള്ള പേപ്പർ നമ്മൾ കൊടുക്കുക ചെയ്യാം. അത് നിലവിൽ പാർസൽ ആയ വണ്ടി നിങ്ങളിപ്പോ എടുക്കുന്ന സമയത്ത് RC മിസ്സിംഗ് ആണ്. RC കിട്ടിയിട്ടില്ല, അങ്ങനെ കയറിയ വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇത് പുതിയ RC കിട്ടണമെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പുതിയ ഫ്രഷ് RC എടുക്കാനുള്ള എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ബ്രാഞ്ചിൽ നിന്ന് കൊടുക്കും. അത് നിങ്ങൾ തരും? അതെ, നമ്മൾ കൊടുക്കും. അപ്പോൾ വണ്ടി എടുക്കുന്ന ആൾക്ക് ബയർക്ക് അത് ആട്ടുകൾ കൊടുത്തിട്ട് ഫ്രഷ് RC എടുക്കുക, ഇഷ്യൂ ചെയ്യുന്നിട്ട് ആളുടെ പേരിക്ക് മാറ്റാം. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല? കിട്ടും. നല്ല റേറ്റിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ 1.50 ചോദിക്കുന്ന പ്രൈസ് കേട്ടോ. ഇതൊക്കെ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല വിലയുള്ള വാഹനമാണ്. ഇതിപ്പോ ഈ ഒരു ഇഷ്യൂ ഉള്ള കാരണം കൊണ്ടാണ് ഇതിങ്ങനെ വില പോലെ എല്ലാ ടൈപ്പ് വണ്ടികളുള്ള കാരണം നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക. പിന്നെ ഏത് വാഹനത്തിനും വില കുറവ് കണ്ടാലും കൂടുതലുണ്ടായാലും നമ്മൾ എപ്പോഴും ഒരു മെക്കാനിക്കിനെ കൊടുത്തിട്ട് എല്ലാ സൈഡും നോക്കണം. നല്ലതാണ്. വില കുറവ് കൊണ്ട് ഓടി വരണമെന്ന് പറയണില്ല അല്ലേ? ഇവര് എപ്പോഴും പറയണത് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവരണമെന്ന് ഇടക്കിടക്ക് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കിയെടുക്കണം. ആ ഒരു കാര്യം, ഫിസിക്കൽ കണ്ടീഷൻ നോക്കിയെടുക്കണം. ബാക്കി പേപ്പർ വർക്കും കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എല്ലാം ക്ലിയർ ചെയ്ത്. വാഗനർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു വാഹനമാണ്. കാരണം യൂസ്ഡ് മാർക്കറ്റിൽ നല്ല മാർക്കറ്റിലുള്ള ഒരു വിലയാണ്. ഇപ്പൊ ഇതിനൊക്കെ എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ്? 2012 മോഡലാണ്. ഏകദേശം 1.75 റേഞ്ചിന്റെ മുകളിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകും. 1.75 മുകളിൽ സ്റ്റാർട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ 2013 മോഡലാണ് ഐറ്റം പറഞ്ഞത്. 2013 ആയിട്ടുണ്ട്. എത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്? 1.90 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകും. 1.90 ആ റേഞ്ചിലൊക്കെ വരും അല്ലേ? അത് ചെറിയ വാഹനം ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയ വാഹനങ്ങളുണ്ട്. ഇയോണൊക്കെ ഇത് 2016 മോഡലാണ്. കണ്ടീഷൻ കുറച്ച് മോശമാണ്. അപ്പൊ നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഇങ്ങനെ ചെറുക്കാം. നമുക്കൊരു 1.25 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും. 1.25 1.25 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് മോഡൽ കൂടിയ പുതിയ വാഹനങ്ങൾ, അതായത് നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള വാഹനങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ കാര്യങ്ങൾ എങ്ങനെ? ഇതെന്താ വെച്ചാൽ നമുക്ക് ഇവിടെ ശ്രീറാം വണ്ടികൾ മാത്രമല്ല ഇവിടെ വരുന്നത്. നമുക്ക് നാഷണലൈസ് ബാങ്കിന്റെ ഉണ്ട്, NBFC ഉണ്ട്, പിന്നെ ലീസിംഗ് അഗ്രിമെന്റിൽ വണ്ടികളടക്കം വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ന്യൂ മോഡൽ വണ്ടികൾ നോക്കണ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വന്ന് നോക്കാം. അവർക്ക് മാർക്കറ്റിൽ യൂസ്ഡ് കാറിൽ കിട്ടുന്ന നല്ല റേറ്റ് ഓർഡറിൽ ഏകദേശം ഒരു 1 ലക്ഷം രൂപ മാർജിനൊക്കെ ആയിട്ട് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ വേറെ യൂസ്ഡ് കാർ ഷോറൂമുകളിൽ റെഡി ക്യാഷ് എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 1 ലക്ഷത്തിനടുത്ത് നമുക്ക് മാറ്റം ഉണ്ട് എന്നാണ് പറയണത്. അതായത് നമുക്ക് ഇനി വേറെ ഷോറൂമിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡിഫറൻറ്റ് മനസ്സിലാവുള്ളൂ അല്ലേ? ഇവിടെ വന്ന് റേറ്റ് ചോദിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ പുറത്തുനിന്ന് അന്വേഷിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അതായത് ഇവർ പറയണത് ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ഷോറൂമിലേക്ക് പോകുക. എന്നിട്ട് അവിടെ പോയിട്ട് ഈ വാഹനത്തിന് എന്താണ് മാർക്കറ്റ് റേറ്റ് നോക്കുക. അപ്പോൾ റെഡി ക്യാഷിന് എടുക്കുന്നവരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അവർ പറഞ്ഞതിനേക്കാൾ നല്ല മാറ്റത്തിൽ നമുക്ക് വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. പിന്നെ NOC കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ലോണാക്കും ചെയ്യാം. അതായത് ഇപ്പോൾ NOC കിട്ടി കഴിഞ്ഞാൽ അവർക്ക് NOC ചാർജിങ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ലോണാക്കും ചെയ്യാം അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ നിന്ന് വാഹനം എടുക്കുമ്പോൾ ചില ബാങ്ക്സിലൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് കയറേണ്ടി വരും. അതാണ് നമ്മൾ ലോൺ ആക്കാൻ സാധിക്കില്ല എന്ന് പറയണത്. എല്ലാ ഫിനാൻസിനും നമുക്ക് ലോൺ ആക്കാൻ സാധിക്കില്ല. അപ്പോൾ വണ്ടി ഫുൾ പേയ്മെന്റ് അടച്ച് വണ്ടി റിലീസ് ചെയ്ത ശേഷം NOC കിട്ടി കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് ലോൺ ആക്കാനും പറ്റും. അതാണ് ഇവിടുന്ന് ഈ ഒരു കാര്യം മാത്രം എടുത്ത് പറയുന്നത്. പുതിയ മോഡൽ വാഹനങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് നോക്കിയെടുക്കാൻ നമുക്ക് നല്ലൊരു ചോയ്സ് ആണ്. ഇനി നമ്മൾ കൊമേഴ്ഷ്യലിലേക്ക് വരികയാണെങ്കിൽ മാക്സ് ട്രക്ക് മഹേന്ദ്രയുടെ ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2019 മോഡലാണ്. 340 സ്റ്റാർട്ട് ചെയ്ത് വരും. 340 സ്റ്റാർട്ട് ചെയ്ത് വരും. ഇത് മാക്സിമം ഒക്കെ എങ്ങനെ വരുന്നത്? മാക്സിമം 1 റേഞ്ചിലൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എത്ര? 1 ലക്ഷം രൂപ. 1 ലക്ഷത്തിന്റെ ഒക്കെ റേഞ്ചിൽ വരുന്നുണ്ടല്ലേ? പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യമാണ് ഏറ്റവും രസകരമായിട്ടുള്ളത്. വണ്ടി സെയിലായി പോയതാണ്. ഇത് സെയിലായി വില കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ നെട്ടിപ്പോകും. ഏകദേശം 1 ചില്ലറക്കെ പോയിട്ടുള്ളൂ. ഏകദേശം 1 ചില്ലറക്കാണ് പോയത്. ഇതിന് മാർക്കറ്റ് വില എത്ര ഉണ്ടാവും? മാർക്കറ്റ് ഏകദേശം 2 മേലെ എന്തായാലും ഉണ്ട്. 2 മേലെ എന്തായാലും ഉണ്ട്. 2 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് റേറ്റ് ഉള്ള ഒരു വാഹനം 2013 മോഡല്. ഇത് കൊടുത്ത വില 1 ലക്ഷം രൂപയാണ്. കണ്ടെയ്നർ ബോഡിയാണ്. അതായത് ഈ ഒരു ടൈപ്പ് ഇങ്ങനെ ആക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണമല്ലോ. അപ്പോൾ എന്തുകൊണ്ടും എടുത്ത ആൾക്ക് ലാഭമാണ്. അതായത് ലേലത്തിൽ പങ്കെടുത്ത് വാഹനം എടുക്കുന്നതിന്റെ ഏറ്റവും ഗുണം. ഇപ്പോൾ ഈ വാഹനത്തിന് നല്ലൊരു മെക്കാനിക്കാണ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം പണിയുണ്ടെന്നൊക്കെ നോക്കി അതിനനുസരിച്ച് 1 ലക്ഷം രൂപക്ക് വാഹനം എടുത്തിട്ട് ഒരു 50,000 രൂപ മാക്സിമം ഒരു 50,000 രൂപയുടെ പണി ഉണ്ടെങ്കിലും ആ എടുത്ത ആൾക്ക് ഒരു 60-70 രൂപ ലാഭം തന്നെയല്ലേ മാർക്കറ്റ് വില നോക്കുകയാണെങ്കിൽ. അതാണ് ശ്രീറാമിന്റെ ലേലത്തിൽ പങ്കെടുത്തിട്ട് നിങ്ങൾ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണം. ഇനി നമ്മൾ ഇതിലോട്ട് വരികയാണെങ്കിൽ ഇത് 2019 മോഡലാണ് വണ്ടി. 2019 മോഡല് 3 ലക്ഷത്തിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 3 ലക്ഷത്തിന് സ്റ്റാർട്ടിങ് വരുന്നുണ്ടല്ലേ? ഇത് പ്രൈസ് റേഞ്ച് ഒക്കെ ടാറ്റ ഇൻട്ര ആണ് പറഞ്ഞത്. ടാറ്റ ഇൻട്ര. ഇത് ടാറ്റ ഇൻട്ര തന്നെയല്ലേ? ഇത് വീട്ടൺ പറഞ്ഞ ഇത് V50. അതെത്ര നമ്മൾ പറഞ്ഞു? 3 ലക്ഷം അടുത്ത് ഏകദേശം 4 ലക്ഷത്തിന്റെ മേലേക്കൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. G2 അത്യാവശ്യം ബഡാ ദോസ്ത് ഉണ്ട്. എല്ലാതരം വണ്ടികളും ഉണ്ട്. അതായത് കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ഏത് റിക്വയർമെന്റ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കി എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നോക്കിയെടുക്കുക. നമ്മൾ ഈ കണ്ടീഷൻ വെക്കണ കാരണം നമുക്ക് അറിയില്ല. ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം ചെക്ക് ചെയ്തിട്ട് വേറെ ഒന്നും ഇവർ പറയുന്നില്ല. ഇവർ യൂസ് ചെയ്തിട്ടുള്ള വാഹനമല്ല. അതുപോലെ തന്നെ ഇവർ കച്ചവടത്തിന് വെച്ച വാഹനമല്ല. അതുകൊണ്ടാണ് ഇവർ കൂടുതൽ കാര്യങ്ങളൊന്നും അതിനെ പറ്റി പറയാത്തത്. നമുക്ക് അറിയില്ല. അതാണ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ അത്രേ ഉള്ളൂ. ഇതിപ്പോ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം മോഡൽ വണ്ടികളാണ്. രണ്ടും സെയിം മോഡൽ. ഈ വണ്ടി നോക്കി കഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും നിങ്ങൾക്ക്. ഇതിന്റെ കണ്ടീഷൻ ഈ കണ്ടീഷനിലെ റേറ്റ് നമ്മൾ കൊടുക്കുള്ളൂ. അതായത് ഇത്തിരി മോശപ്പെട്ട കണ്ടീഷനാണ്. കാരണം മിറർ ഇല്ല. ഇവിടെ സൈഡും കാര്യങ്ങളൊക്കെ ചതങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ വേറെ കംപ്ലൈന്റ് ഒന്നും കാണിക്കുന്നില്ല അതിന്റെ മുകളിൽ. രണ്ടും ഒരേ മോഡലാണെങ്കിൽ കൂടി ഒരേ പ്രൈസ് അല്ല. ഇതിന് നല്ലോണം വില കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുക. കണ്ടീഷൻ അനുസരിച്ച് അതിന് കുറച്ച് വില കൂടും, ഇതിന് വില കുറയും. അതായത് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. മോഡൽ നോക്കിയിട്ട് ആരും വരണ്ട. അതായത് 2016 വണ്ടികൾക്ക് എല്ലാ വണ്ടികൾക്കും ഒരേ റേറ്റ് അല്ല. വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചാണ്. നല്ല വണ്ടികളാകുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൈസ്. അതുപോലെ തന്നെ മോശം വണ്ടികൾക്ക് അതിനനുസരിച്ച് മാക്സിമം നല്ല രീതിയിൽ വില. ഈ വണ്ടി നോക്കിയിട്ട് മെക്കാനിക്കോട് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം എത്രത്തോളം പൈസയുടെ മുകളിൽ ഇറക്കണം കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അവർ റേറ്റ് നോക്കി കൊട്ടേഷൻ അല്ലെങ്കിൽ ലേലത്തിൽ വിളിക്കാം അല്ലേ. അതുപോലെ തന്നെ ഈ ഫിഗോ ടാക്സി പെർമിറ്റുള്ള വണ്ടികളുണ്ട്. പിന്നെ ഇതിനൊക്കെ 2016 മോഡലാണ്. ഏകദേശം 2 ലക്ഷത്തിന്റെ മേലേക്കൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. 2 ലക്ഷത്തിന്റെ മേലേക്ക്. ഇത് 800 ഉണ്ട് നമുക്ക്. 800. ഇപ്പൊ വാഹനങ്ങൾ പഠിക്കാൻ ആഗ്രഹിച്ചിറക്കുന്ന ചില വണ്ടികൾ ചെറിയ പൈസ 50,000 ഉള്ളിലൊക്കെ 40,000 ഉള്ളിലൊക്കെ വണ്ടികൾ കിട്ടും. എല്ലാ ടൈപ്പ് വണ്ടികളുണ്ട്. പ്രൈസ് റേഞ്ചിലും വണ്ടികളുണ്ടാവും. അതായത് നമുക്കിപ്പോ വാഹനങ്ങൾ ഓടിച്ചു പഠിക്കാൻ വാഹനങ്ങൾ വേണമെങ്കിലും ഈ ലേലത്തിലേക്ക് ജസ്റ്റ് ഒന്ന് വരിക, നമുക്ക് തെരഞ്ഞെടുക്കാം. കാരണം 1-2 ഒരുപാട് വാഹനങ്ങൾ അങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളുണ്ട്. ഇവിടെ വന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഏകദേശം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. എല്ലാ വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഇവിടെ വന്ന് ഇപ്പൊ എന്താ നമ്മൾ വീഡിയോയിൽ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അതിനെ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഏകദേശം രൂപം കിട്ടാൻ വേണ്ടിയാണ് ചില വണ്ടികൾ മാത്രം പറഞ്ഞിട്ടുള്ളത്. ബാക്കിയൊക്കെ വരിക. ഇവിടെ എപ്പോഴും ആളുണ്ടാവും. നമുക്ക് നോക്കി വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാം. അതുപോലെ തന്നെ മെക്കാനിക്കൽ കൊടുത്ത് മെക്കാനിക്കൽ സൈഡ് നോക്കും ചെയ്യാം. പിന്നെ ഈ സെക്ഷനിൽ വരികയാണെങ്കിൽ നമുക്ക് ലേലത്തിൽ ഇപ്പോൾ CC വന്ന വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തേക്കൊക്കെ കയറുന്ന വണ്ടികളാണ്. വണ്ടികളൊക്കെ അതല്ലേ. അപ്പൊ എല്ലാത്തരം വാഹനങ്ങളും ഉണ്ടല്ലേ? ലേലത്തേക്ക് കാറുകൾ മാത്രമല്ല എല്ലാ ടൈപ്പ് വണ്ടികളും. 2 വീലർ, മെഷീനറി, കാറുകൾ. ഈ 2 വീലറൊക്കെ എത്ര പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ 15,000 മുതൽ തുടങ്ങുന്ന വണ്ടികളുണ്ട്. 15,000 തുടങ്ങുന്ന വണ്ടികളും ഉണ്ട്. ഒന്നും പറയേണ്ടത് നാഷണൽ പെർമിറ്റ് അടക്കം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റോക്കിലുണ്ട്. അത്രയും വാഹനങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഇതുപോലുള്ള ഫ്രഷ് വണ്ടികളൊക്കെ നിങ്ങൾ പിടിച്ചെടുക്കുന്നത്? ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കസ്റ്റമർ സറണ്ടർ ചെയ്യുന്ന വണ്ടികളുണ്ട്. നമ്മളിപ്പോൾ പിടിച്ചെടുക്കുന്നതല്ല. എല്ലാ വണ്ടികളും നമുക്ക് പിടിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ പിടിച്ചെടുക്കുന്ന പരിപാടി ഒന്നും ഇല്ല. അപ്പോൾ കസ്റ്റമേഴ്സ് അവർക്ക് അടവടക്കാൻ പറ്റില്ലെങ്കിൽ അതിന് സറണ്ടർ ചെയ്യും. അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാത്ത ആൾക്കാരാണ് നമ്മൾ കോർട്ട് മുഖേന ലീഗലി നമ്മൾ ലീഗലായിട്ട് ചെയ്യുന്ന പരിപാടി. അല്ലാണ്ട് അടവ് തെറ്റി കഴിഞ്ഞാൽ പിടിച്ചെടുക്കണ പരിപാടി. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ വരുന്നത്? അപ്പൊ ഇത്
ഇത് കസ്റ്റമർ സറണ്ടർ ചെയ്തിട്ടുള്ള വണ്ടികളാണ്. ഓക്കെ. അപ്പൊ ഒരു പുതിയ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് ഈ ടൈപ്പ് വാഹനം പുതിയ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഇത് എടുക്കുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. നല്ല മാറ്റം ഉണ്ടാവും, റേറ്റിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അവർക്ക് ഇനി ഇത് അടുത്ത ലേലത്തിലൊക്കെ വരാൻ നിൽക്കുന്ന വണ്ടികളാണ്. അതുകൊണ്ട് ഇതിന്റെ പ്രൈസും കാര്യങ്ങളും കയറിയിട്ടില്ല. അടുത്ത ലേലത്തിലൊക്കെ ഉണ്ടാവും മിക്കവാറും. നമ്മൾ ഇവിടുന്ന് ലിസ്റ്റ് അയച്ചു കൊടുക്കാം. അപ്പൊ അതില് വണ്ടികളുടെ ലിസ്റ്റ് നോക്കി ആൾക്ക് എടുക്കാം. ഈ ഒരു ടൈപ്പ് വാഹനങ്ങളൊക്കെ എന്താ വരുന്നത്? ഇതൊക്കെ നമുക്ക് ഏകദേശം ഏഷ്യന്റെ കണ്ടന്റ് ബോർഡ് ഏകദേശം 10-30 വണ്ടികൾ നമ്മൾ എടുക്കുന്നുണ്ട്. പല യാർഡുകളായിട്ട് എടുക്കുന്നുണ്ട്. 10-30 വണ്ടികൾ നമ്മുടെ ഏകദേശം 5 വണ്ടി എടുക്കുന്നുണ്ട്. അതിൽ 2-3 എണ്ണം CNG വണ്ടികളാണ്. 2-3 CNG വണ്ടികൾ. നമ്മൾ ആദ്യം ആ ഒരു സെഗ്മെന്റ് നോക്കിയപ്പോൾ കണ്ടെയ്നർ ടൈപ്പില്ലേ? അതെ, ഇത് എടുക്കുന്നുണ്ട്. പിന്നെ ട്രാവലർ ടൈപ്പ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ട്രാവലർ ഉണ്ട് നമുക്കിപ്പോ സ്റ്റോക്കിൽ 2-3 എണ്ണം ഉണ്ട്. ഓൾറെഡി ഇപ്പൊ 2 വണ്ടി വിറ്റുപോയി. അതായത് ലേലപ്പ് നമ്മളെ കഴിഞ്ഞപ്പോ അതിൽ വിറ്റുപോയി. അതാണ് ഈ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കിടക്കണല്ലേ. ഈ ട്രാവലറൊക്കെ അത്യാവശ്യം ആളുകൾ അന്വേഷിച്ച് നടക്കണതാണ്. നല്ല എൻക്വയറികളാണ്. ആവശ്യക്കാർ വന്ന് നോക്കി കഴിഞ്ഞാൽ വണ്ടി കണ്ടീഷൻ നോക്കിയിട്ട് എടുക്കാം. ഒക്കെ നല്ല വണ്ടികളാണ്, കണ്ടീഷൻ വാഹനങ്ങളാണ്, വല്ല ഇടിച്ച് പൊളിഞ്ഞ വാഹനങ്ങളൊന്നും അല്ല. വണ്ടികളൊക്കെ നല്ല വാഹനങ്ങൾ കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ടോറസല് 12 വീല് ടിപ്പറുകൾ നടക്കുന്നുണ്ട് ഇവിടെ. 12 വീല് അല്ലേ? ഇതിനൊക്കെ നമുക്കിപ്പോൾ ഈ ലേലത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റെഡി ക്യാഷിന് കൊടുത്ത് എടുക്കണം, അതോ ലോൺ ചെയ്ത് തരുമോ? ലോൺ ചെയ്യാനും പറ്റും, റെഡി ക്യാഷ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. റെഡി ക്യാഷ് എടുക്കുകയായിരിക്കും നല്ലത്. നല്ലത്. കാരണം വേറെ പ്രൊസീജിയറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ ലേലത്തിൽ പങ്കെടുക്കുന്നു, അത്യാവശ്യം നല്ല ലാഭത്തിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അത് റെഡി ക്യാഷിന് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അവർ റെഡി ക്യാഷിനാണ് പ്രൊമോട്ട് ചെയ്യണം അല്ലേ? ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു. ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവരുടെ ലോൺ ഉണ്ട്, പുറമെ നിന്നുള്ള ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വാഹനം നമ്മൾ ലേലത്തിൽ പിടിച്ച് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് ലോൺ കിട്ടാതൊക്കെ വരികയാണെങ്കിൽ റെഡി ക്യാഷിന് എടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വണ്ടി കണ്ടീഷൻ ആണെന്ന് മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനത്തെ ഇൻസുലേറ്റഡ് ടൈപ്പ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതും വന്നെടുക്കാൻ പറ്റും. എന്നാൽ ഇൻസുലേറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഈ മീൻ കച്ചവടക്കാർക്കും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ ലോങ് പോകുന്ന ആൾക്ക് ആ മീനും കാര്യങ്ങളൊക്കെ അതുപോലെ കൊണ്ടുപോകാൻ അങ്ങനത്തെ പറ്റും. ഇത് മാത്രമല്ല നമുക്ക് വേറെ വണ്ടികളും എടുക്കുന്നുണ്ട്. വേറെ വണ്ടികളും എടുക്കുന്നുണ്ട്, വേറെ വാഹനങ്ങളുണ്ട്. അപ്പൊ അവിടെ ആ ഭാഗത്ത് നമ്മളിപ്പോ കണ്ടു. അത് സെയിം മോഡലാണോ? 2 ടൈപ്പ് മോഡലാണ്. 2 വീലർ സെക്ഷനും ഉണ്ട് ഇവിടെ. അതിൽ നമുക്ക് 15,000 രൂപ സ്റ്റാർട്ടിംഗ് വണ്ടികളുണ്ട്. 15,000 രൂപ മുതൽ പ്രൈസ് റേഞ്ച് വണ്ടികളുണ്ട്. 2 വീലറും ഉണ്ട്. അപ്പൊ ഏതിപ്പോ ലേലത്തിലുള്ളതല്ലേ? ലേലത്തിലുണ്ട്. നമുക്ക് സെപ്പറേറ്റ് കൊട്ടേഷൻ വെക്കാനും പറ്റും. കൊട്ടേഷൻ വെക്കാനും പറ്റും. അതായത് ഇപ്പൊ 15,000 രൂപ മുതൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് 20,000 രൂപയുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആ സമയത്ത് വെക്കേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എല്ലാ വണ്ടികൾക്കും ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ് സെയിം തന്നെ. ആ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൊട്ടേഷൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൈസ് ആണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്. അത് അപ്പൊ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും സെയിം തന്നെ പറഞ്ഞത്.